കൊതുകിനെ അകറ്റുന്ന ബോഡി സ്പ്രേയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെറും ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് മുടിയുടെ ആരോഗ്യം ടെസ്റ്റ് ചെയ്യാനാവുമോ? വെറും 13 വയസ്സുള്ള ഈ കൊച്ചു വമ്പൻ ബിസിനസ്മാനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? ട്വിറ്ററിലെ പാളിപ്പോയ ബ്ലൂ ടിക്ക് വിൽപ്പനയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞോ? പാലത്തിന് മുകളിൽ ഇങ്ങനെ ഒരു കുഞ്ഞൻ വീട് പണിതതിന് പിന്നിലെ കാരണം അറിയുമോ? തലമുടി സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ എന്ത് സംഭവിക്കുമെന്നറിയുമോ? രസകരവും ഇൻട്രസ്റ്റിംഗുമായ ഇന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി എപ്പിസോഡ് മുഴുവനും കാണുക. സ്വാഗതം. നമ്പർ 10. ചുവിംഗമ്മ് വിഴുങ്ങിയാൽ എന്ത് സംഭവിക്കും? കുട്ടിക്കാലത്ത് അറിയാതെ ഇത് വിഴുങ്ങിയിട്ട് അതിന്റെ പേരിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുള്ളവരായിരിക്കും നമ്മൾ, അല്ലേ? യഥാർത്ഥത്തിൽ ചുവിംഗമ്മ് ആമാശയത്തിലെത്തിയാൽ ദഹിക്കുന്നതുവരെ 7 വർഷത്തോളം അതവിടെ കിടക്കുമെന്നതാണ് പറയപ്പെടുന്നത്. എന്റെ അമ്മോ, 7 വർഷമോ? ദിസ് ഇസ് ടൂ മച്ച്. എന്നാൽ ഇത് സത്യമല്ല. നിങ്ങൾ ചുവിംഗമ്മ് വിഴുങ്ങിയാൽ നിങ്ങളുടെ ശരീരത്തിന് അത് എളുപ്പത്തിൽ ദഹിപ്പിക്കാൻ കഴിയില്ല എന്നത് ശരിയാണ്. എന്നാൽ ചുവിംഗം അത്രയും കാലം നിങ്ങളുടെ വയറ്റിൽ തങ്ങി നിൽക്കില്ല. പക്ഷേ ഇത് വയറുവേദന, മലബന്ധം തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. എന്നാൽ മറ്റാഹാര സാധനങ്ങളോടൊപ്പം 2-3 ദിവസത്തിനുള്ളിൽ ചുവിംഗം വിസർജനത്തിലൂടെ ശരീരത്തിന് പുറത്തെത്തുന്നു. നമ്പർ 9. കൊതുകിനെ അകറ്റും ബോഡി സ്പ്രേ. കൊതുക് കടിയിൽ നിന്നും രക്ഷപ്പെടാൻ പഠിച്ച പടി 18 പയറ്റിയിട്ടും തോറ്റുപോയവരായിരിക്കും നമ്മൾ. എന്നാൽ നിരാശരാകാൻ വരട്ടെ. ഇതാ കൊതുക് കടിയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ അടിപൊളി ഒരു ഐറ്റമാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. വിക്ടോറിയ സീക്രട്ട് ബ്രാൻഡിന്റെ ഏറെ പോപ്പുലറായ ഒരു ബോഡി സ്പ്രേ ആണിത്. 2 മണിക്കൂർ വരെ കൊതുക് കടിയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുമെന്നതാണ് ഈ ബോഡി സ്പ്രേയുടെ സവിശേഷത. മാത്രവുമല്ല, അത്യധികം സുഗന്ധപൂരിതമായ ഒരു ബോഡി സ്പ്രേ ആണിത്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സിട്രോനെല്ല എന്ന രാസവസ്തുവാണ് കൊതുകിനെ അകറ്റാൻ സഹായിക്കുന്നത്. നമ്പർ 8. 13 വയസ്സുള്ള കൊച്ചു മുതലാളി. നിങ്ങളുടെ 13ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇതെന്തൊരു ചോദ്യമാണല്ലേ. സ്കൂളിൽ പോകുന്ന പ്രായത്തിൽ വേറെ എന്ത് ചെയ്യാനാണ്, അല്ലേ? പക്ഷേ 13 വയസ്സിൽ സ്വന്തമായി കമ്പനി നടത്തുന്ന ഒരു പയ്യന്റെ കഥയാണ് ഇനി കാണാൻ പോകുന്നത്. 13 വയസ്സുള്ള തിലക് മെഹ്ത എന്ന ഈ പയ്യന്റെ കഥ തികച്ചും അവിശ്വസനീയമാണ്. തന്റെ ഈ കൊച്ചു പ്രായത്തിൽ അവൻ കീഴടക്കിയ ഉയരം ചെറുതല്ല. ഈ കൊച്ചു സംരംഭകൻ ഇന്ന് 100 കോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയുടെ സ്ഥാപകനാണ്. ഒരു കൊച്ചു മുതലാളി. പേപ്പേഴ്സ് ആൻഡ് പാഴ്സൽസ് എന്ന പേരിൽ ഡെലിവറി സർവീസ് നടത്തുന്ന കമ്പനിയുടെ ഫൗണ്ടറാണ് തിലക് മെഹ്ത. വീട്ടിലേക്ക് ആവശ്യമുള്ള സ്റ്റേഷനറി ആൻഡ് ഗ്രോസറി ഐറ്റംസ് ആണ് ഒരു ആപ്പ് വഴി ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന സംരംഭമാണ് പേപ്പർ ആൻഡ് പാഴ്സൽസ്. ഇതുവഴി ഒരുപാട് പേർക്ക് തൊഴിൽ നൽകാനും ഈ കൊച്ചുമിടുക്കന് സാധിക്കുന്നുണ്ട്. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ? നിങ്ങളുടെ ഉള്ളിലുമുണ്ടോ ഇതുപോലെയുള്ള സ്റ്റാർട്ടപ്പ് ഐഡിയാസ്? കമന്റ് ചെയ്യണേ. രസകരമായ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ബെല്ലൈക്കൺ കൂടി അമർത്തണേ. നമ്പർ 7. മുടിയുടെ ആരോഗ്യം കണ്ടെത്താം. എത്രയൊക്കെ കെയർ ചെയ്താലും മുടിയുടെ ആരോഗ്യം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ ടിപ്പായാലോ? ഇതിനായി ആകെ വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നിങ്ങളുടെ മുടി ഇഴയിട്ട് നോക്കൂ. മുടി വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി ആരോഗ്യമുള്ളവയാണ്. രണ്ടാമത്തെ ചിത്രത്തിലേതുപോലെ പകുതി മുങ്ങിയാൽ ആരോഗ്യം വലിയ കുഴപ്പമില്ല എന്നാണ് അർത്ഥം. എന്നാൽ മുടി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്നത് അനാരോഗ്യത്തിന്റെ ലക്ഷണമാണ്. അതായത് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം വളരെ മോശമാണെന്നർത്ഥം. ഈ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാൻ മറക്കല്ലേ. മുടിയും സോപ്പും. പല ആളുകളും തലമുടി ഷാമ്പു ഉപയോഗിച്ച് കഴുകുന്നതിന് പകരം സോപ്പ് ഉപയോഗിച്ച് കഴുകാറുണ്ട്. എന്നാൽ തലമുടി സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? സോപ്പ് ഉപയോഗിച്ച് മുടി കഴുകിയാൽ മുടി വളരെ വേഗത്തിൽ നാശമാകുന്നു. ഷാംപൂയിലുള്ളതുപോലെ കണ്ടീഷനിങ് ഏജന്റ് സോപ്പിൽ ഇല്ലാത്തതാണ് ഹെയർ ഡാമേജിന് കാരണം. അതുപോലെ തന്നെ സോപ്പിൽ സിലിക്കണിന്റെ അളവ് വളരെ കൂടുതലാണ്. അത് മുടിയിലെ ഈർപ്പം പൂർണ്ണമായും ഇല്ലാതാക്കി മുടിയെ ഡ്രൈ ആക്കുന്നു. മുടി പൊട്ടാനും മുടിയുടെ ആരോഗ്യം ഇല്ലാതാക്കാനും കാരണമാകുന്നു. ഇത് കടുത്ത മുടി കൊഴിച്ചിലിനും ക്രമേണ നിങ്ങളുടെ തലമുടി കഷണ്ടിയാവാനും കാരണമാകും. അതുകൊണ്ട് തന്നെ അറിയാതെ പോലും സോപ്പ് ഉപയോഗിച്ച് മുടി കഴുകിയേക്കല്ലേ. ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഇവിടെ ഒരു ലൈക്ക് ഇടണേ. നമ്പർ 6. പാളിപ്പോയ ബ്ലൂ ടിക്ക് വിൽപ്പന. സാധാരണയായി വെരിഫൈഡ് അക്കൗണ്ടുകൾക്ക് ബ്ലൂ ടിക്ക് നൽകുന്നത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പതിവാണ്. ട്വിറ്ററിന്റെ CEO ആയി എലോൺ മസ്ക് ചുമതലയേറ്റ ഉടനെ പുതിയ ഒരു പരിഷ്കാരവും കൂടി കൊണ്ടുവന്നു. പ്രമുഖർക്കും ഔദ്യോഗിക ഹാൻഡിലുകൾക്കും ട്വിറ്റർ നീല ടിക്ക് സൗജന്യമായി നൽകിയിരുന്നു. മാസം $8 നൽകി ആർക്കും ഇത് സ്വന്തമാക്കാമെന്നതായിരുന്നു കമ്പനി ഏറ്റെടുത്ത ഉടൻ മസ്ക് കൊണ്ടുവന്ന പരിഷ്കാരങ്ങളിലൊന്ന്. നടപടി തുടങ്ങിയതും 100 കണക്കിന് പേര് കാശ് കൊടുത്ത് വ്യാജ ട്വിറ്റർ പ്രൊഫൈലുകൾക്ക് നീല ടിക്ക് വാങ്ങി. ഇതോടെ ഒറിജിനൽ ഏത് വ്യാജനേതെന്ന് തിരിച്ചറിയാൻ കഴിയാതെയായി. മസ്കിന്റെ പേരിൽ തന്നെ നീല ടിക്കിലുള്ള വ്യാജൻ വന്നു. അവസാനം കള്ളനോട്ട് നിരോധിക്കാനായി പുതിയ നോട്ട് ഇറക്കിയതുപോലെയായി. എന്തായാലും തൽക്കാലത്തേക്ക് ഈ ബ്ലൂ ടിക്ക് വിൽപ്പന നിർത്തിവെച്ചിരിക്കുകയാണ് എലോൺ മസ്ക്.
നമ്പർ 5. ഭാവിയിലെ ഫോണുകൾ. അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഏറ്റവും കൂടുതൽ അപ്ഡേഷൻസ് നടക്കുന്നത് സ്മാർട്ട് ഫോണുകളിലാണ്. ഭാവിയിലെ സ്മാർട്ട് ഫോൺ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാവുമോ? കീപാഡ് ഫോണുകളിൽ നിന്നും ടച്ച് സ്ക്രീനിലേക്ക് മാറിയതുപോലെ ഇനി നിങ്ങളുടെ ഫോൺ വിരൽ തുമ്പുകൊണ്ടല്ല, നിങ്ങളുടെ മൈൻഡ് ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാം. അതായത് നിങ്ങളുടെ ഒരു സുഹൃത്തിനെ ഫോൺ ചെയ്യണമെങ്കിൽ മനസ്സിൽ അത് വിചാരിച്ചാൽ മതി, ബാക്കിയൊക്കെ ഫോൺ തനിയെ ചെയ്തോളും. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. എലോൺ മസ്കിന്റെ കമ്പനി ഇത്തരത്തിൽ മൈൻഡ് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഫോൺ ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് മാത്രമല്ല, കാറ്റിൽ നിന്നും ചാർജ് ആവുന്ന ഫോണുകളും ഭാവിയിൽ വരാം. അതുപോലെ നിറം മാറുന്ന ഫോണുകളും സ്ട്രെച്ച് ചെയ്യുമ്പോൾ സ്ക്രീൻ വലുതാവുന്ന ഫോണുകളും ഭാവിയിലെ കാഴ്ചകൾ തന്നെയാണ്. നാളെ ഒരുപക്ഷെ ഫോണുകൾ ഇതുപോലെ മടക്കിയിടാനും പറ്റുമായിരിക്കും. ഫ്രണ്ട്സ്, ഭാവിയിലെ ഫോൺ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങളുടെ സങ്കല്പം ഒന്ന് പറയണേ. നമ്പർ 4. ആർക്കും തകർക്കാനാവാത്ത ഗ്രാഫീൻ. ഇതാണ് ഗ്രാഫീൻ. കാർബണിന്റെ ഒരു പ്രധാനപ്പെട്ട രൂപാന്തരമാണ് ഗ്രാഫീൻ. കണ്ടാൽ ഒരു പേപ്പർ ഷീറ്റ് പോലെ തോന്നുമെങ്കിലും ഇത് തകർക്കുക ഒട്ടും എളുപ്പമല്ല. ഒരു ആനയുടെ ഭാരമെങ്കിലും ഉണ്ടെങ്കിലേ ഗ്രാഫീൻ പൊട്ടിക്കാൻ പറ്റൂ. സ്റ്റീലിനേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ള ഒരു മെറ്റീരിയലാണ് ഗ്രാഫീൻ. ഇതിലും കട്ടിയുള്ള ഗ്രാഫീൻ ആണെങ്കിൽ അത് തകർക്കാൻ ആനയുടെ ഭാരവും പോരാ, അതിന് പ്രത്യേകം മെഷീൻ തന്നെ വേണം. ബഹിരാകാശത്തെ വായന. പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? ബഹിരാകാശത്ത് വെച്ച് വായിച്ച ആദ്യത്തെ ബുക്ക് ഏതാണെന്നറിയാമോ? അപ്പോളോ 11 യാത്രക്കാർ സ്പേസിലേക്ക് പോകുമ്പോൾ വിശുദ്ധ ബൈബിള് കൂടി കൊണ്ടുപോയിരുന്നു. സ്പേസ് ക്രാഫ്റ്റ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നതിന് മുൻപായി ബൈബിള് വായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് വെച്ച് വായിച്ച ആദ്യ പുസ്തകം എന്ന റെക്കോർഡ് ഹോളി ബൈബിളിന് സ്വന്തം. നമ്പർ 3. ഷൂ തുടയ്ക്കാൻ ഷാംപെയിൻ. ഇന്ന് മിക്ക പാർട്ടികളും ആരംഭിക്കുന്നത് തന്നെ എല്ലാവരും ഷാംപെയിൻ കുടിച്ചുകൊണ്ടാണ്. എന്നാൽ ഷാംപെയിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഇതുവരെ അറിയാത്ത ഒരു രഹസ്യം പറയട്ടെ. പണ്ട് കാലത്ത് ഷൂ പോളിഷ് ചെയ്യുന്നതിന് വേണ്ടി ഷാംപെയിൻ ഉപയോഗിച്ചിരുന്നു. കേട്ടിട്ട് മൂക്കത്ത് വിരൽ വെക്കാൻ വരട്ടെ. ഷാംപെയിൻ ഒരു ഡ്രിങ്ക് മാത്രമല്ല, മികച്ച ഒരു ക്ലീനർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഷൂ, ലെതർ ബെൽറ്റ് എന്നിവ ക്ലീൻ ചെയ്യാൻ ഷാംപെയിൻ ഉപയോഗിച്ചിരുന്നു. നമുക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്, അല്ലേ ഫ്രണ്ട്സ്? നമ്പർ 2. കാലുകൊണ്ട് ഫോൺ ലോക്ക് തുറക്കാമോ? സാധാരണയായി ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോണിലും ഫിംഗർ പ്രിന്റ് സ്കാനർ എന്ന ഫീച്ചറുണ്ട്. മിക്ക ആളുകളും ഫോൺ ലോക്ക് ചെയ്യാൻ ഈ ഫീച്ചർ ഉപയോഗിക്കാറുമുണ്ട്. എന്നാൽ ഈ ഫിംഗർ പ്രിന്റ് സ്കാനർ കാലുപയോഗിച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ കൈവിരലുകളിൽ ഫിംഗർ പ്രിന്റ് ഉള്ളതുപോലെ തന്നെ കാൽവിരലുകളിലും ഫിംഗർ പ്രിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൈവിരൽ ഉപയോഗിച്ച് ഫോൺ ലോക്ക് ചെയ്യുന്നത് പോലെ തന്നെ കാൽവിരൽ ഉപയോഗിച്ചും ഫോണിൽ ലോക്ക് സെറ്റ് ചെയ്യാം. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ഗോൾഡ് മെഡിസിൻ. സ്വർണം കൊണ്ട് നിർമ്മിച്ച ധാരാളം വസ്തുക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തിനേറെ, സ്വർണം കൊണ്ട് നിർമ്മിച്ച സാരിയെക്കുറിച്ചെല്ലാം നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ സ്വർണം കൊണ്ട് നിർമ്മിക്കുന്ന മരുന്നുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആർത്രൈറ്റിസ് പോലുള്ള ചില രോഗങ്ങൾക്ക് മരുന്നായി നൽകുന്നത് സ്വർണം ചേർത്ത മരുന്നാണ്. ആർത്രൈറ്റിസിന്റെ പ്രാരംഭഘട്ട ചികിത്സയ്ക്ക് ഇത് ഏറെ ഗുണം ചെയ്യുന്നു. നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഗോൾഡ് ക്യാപ്സ്യൂൾസ് വരെ നിങ്ങൾക്ക് കാണാം. മെയിൽ പെർഫോമൻസ് കൂട്ടാൻ സഹായിക്കുന്ന 100K ഗോൾഡ് എന്ന ടാബ്ലറ്റ് ഇതിനുദാഹരണമാണ്. ഇതിൽ ഗോൾഡ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്പർ 1. ബ്രിഡ്ജിന് മുകളിൽ ഒരു വീട്. ഇംഗ്ലണ്ടിലെ ആംബിൾ സൈഡിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത്. കൗതുകം നിറഞ്ഞ ഈ കൊച്ചു വീട് നിർമ്മിച്ചിരിക്കുന്നത് റോഡിന് കുറുകെയുള്ള പാലത്തിന് മുകളിലാണ്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ വീട് ലാൻഡ് ടാക്സിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ബ്രിഡ്ജിന് മുകളിൽ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഐഡിയ കൊള്ളാമല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇന്ന് കണ്ടതിൽ നിങ്ങൾക്കേറെ ഇഷ്ടമായ വീഡിയോ ഏതാണെന്ന് കമന്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള വിഷയം എന്താണെന്നും മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്.